വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം മുതൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് നന്നായിട്ട് കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത്. പിന്നീട് അങ്ങോട്ടേക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ പ്രൊജസ്ട്രോൺ അതുപോലെ തന്നെ നല്ല ഇൻക്രീസ് ആയിട്ട് തന്നെ പോകുന്നത് കൊണ്ട് ഈ സിംറ്റംസ് ഓവുലേഷന്റെ സെക്കൻഡ് ഡേ മുതൽ തന്നെ തുടങ്ങുകയും പിന്നീട് അങ്ങോട്ടേക്ക് നല്ല രീതിക്ക് തന്നെ ഈ സിംറ്റംസ് കൂടിക്കൂടി വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള 4 സിംറ്റംസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് സക്സസ് സ്റ്റോറി ദിജൂസ് വേൾഡ് എന്നും പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ഓരോരുത്തരുടെ സക്സസ് സ്റ്റോറീസ് സ്ക്രീൻഷോട്ട് അടക്കം തമ്മിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഒരു ടിപ്സും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസീവ് ആക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, ടോട്ടൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് നോട്ട് കംപ്ലീറ്റഡ് ഫീലിംഗ്. അതായത് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും, അതായത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളിലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും നോട്ട് കംപ്ലീറ്റഡ് എന്നൊരു പോലെയുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കേട്ടോ. എന്തിനൊക്കെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് മോഷൻ പോകുന്ന സമയത്താണ്. അതായത് രാവിലെ നമ്മൾ മോഷൻ പാസ് ചെയ്യാൻ പോയി ഇരുന്ന് കഴിഞ്ഞാലും മുഴുവനായിട്ട് പോയി തീരാത്ത തരത്തിലുള്ള ഒരു കണ്ടീഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടാണ് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസ്. പ്രൊജസ്ട്രോൺ മോഷൻ പോകുന്ന ഒരു പ്രോസസ്സ് സ്ലോ ഡൗൺ ആക്കുന്നുണ്ട്. സ്ലോ ഡൗൺ ആക്കുക മാത്രമല്ല, മോഷൻ പോകുന്നതിന്റെ ആ ഒരു ഘടനയെ ഇത് ഹാർഡർ ആക്കാനും കൂടി കാരണമാകുന്നു. ഇത് നമുക്ക് എപ്പോഴും ഹാർഡർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കുന്നു, പക്ഷെ ഒട്ടും തന്നെ മുഴുവനും പോയി തീരാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് പോലുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് എപ്പോഴും പോകണം എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും, പക്ഷെ പോയി കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ പോവുള്ളൂ. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രിനേറ്റൽ വിറ്റമിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, അയോണിന്റെ പോലുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നത് നമ്മുടെ മോഷൻ പോകുന്നത് ഹാർഡർ ആകാൻ വേണ്ടിയിട്ടും മോഷനിലെ ബ്ലാക്ക് കളർ ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും കാരണമാകുന്നുണ്ട് കേട്ടോ. ഈ മോഷൻ പോകുന്ന സമയത്ത് പോസിറ്റീവ് ആകുന്ന എല്ലാവർക്കും പലപ്പോഴും ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കളറിൽ, ബ്ലാക്കിന്റെ തന്നെ അല്ലെങ്കിൽ ബ്രൗണിന്റെ എക്സ്ട്രീം ബ്രൗണിന്റെ കളറിലും ചേഞ്ചസ് മോഷനിൽ കാണാറുണ്ട് കേട്ടോ. പൊതുവെ അങ്ങനെയുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകാം. അടുത്തതാണ് പൈൽസ് ഉണ്ടാകുക എന്ന് പറയുന്നത്. ഓൾറെഡി പൈൽസ് ഉള്ള ആളുകൾക്ക്, മോഷൻ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ ഭയങ്കര വേഴ്സ് ആയിട്ട് തന്നെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞരമ്പൊക്കെ ബൾജ് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ടുള്ള സിറ്റുവേഷൻസും ഭയങ്കര കൂടുതലാണ് കേട്ടോ. അടുത്തത് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് യൂറിൻ പോകുന്ന സമയത്താണ്. നമ്മൾ ഏറ്റവും ആദ്യം പോയി യൂറിനേറ്റ് ചെയ്ത് വരുന്നു, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പിന്നെ യൂറിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു ടെംപ്ടേഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അതും കംപ്ലീറ്റ് ആകാത്തത് പോലുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള കാരണമാണ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം എപ്പോഴും പ്രഗ്നന്റ് ആകുന്ന ഒരു ലേഡിയുടെ ശരീരം. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് വാട്ടർ റിക്വയർമെന്റ് വേണ്ടി വരും. എസ്പെഷ്യലി പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസങ്ങളിൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയത്ത് അമ്നോട്ടിക് ഫ്ലൂയിഡിന്റെയും പ്ലാസന്റയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കണമെങ്കിൽ, ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ റിക്വയർമെന്റ് ഉണ്ടായേ പറ്റുള്ളൂ. ഇത് ഉണ്ടാകാത്ത കണ്ടീഷൻസ് ആയി കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ബോഡിയിൽ ഉണ്ടാകും. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് പോകാത്തതുപോലെ പിന്നെയും ഒഴിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക്, അല്ലെങ്കിൽ ഒരു വിചാരം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. ചില സ്ത്രീകൾക്കൊക്കെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സിംറ്റം ആയിട്ടുണ്ടാകുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ആണ് കേട്ടോ. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി പവറിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ബാക്ടീരിയാസും അതുപോലുള്ള ബാക്കിയുള്ള ഇൻഫെക്ഷൻസും ഇമ്മ്യൂണിറ്റി ലോയും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആകാത്തൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകാം. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആന്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ട കണ്ടീഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് എടുക്കാനായിട്ട് നോക്കണം. ഒപ്പം ധാരാളം വെള്ളം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കണം. യൂറിനറി ഇൻഫെക്ഷൻ ഒരിക്കലും അൺട്രീറ്റഡ് ആയിട്ട് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് ഇൻഫെക്ഷൻ ഉണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ വെള്ളം കുടിച്ചോളാം എന്ന രീതിക്ക് നിങ്ങൾ പോകരുത്. പ്രഗ്നൻസി ആകുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ എൻഡൊക്കെ ആവുന്ന സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ തന്നെ മുൻപോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതും പ്രിമച്ചുർ ആയിട്ട് തന്നെ നേരത്തെ തന്നെ ഡെലിവറി ഉണ്ടാകുന്നതിനുമൊക്കെ കാരണമാവുന്നുണ്ട്. ടക്ക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക.
അടുത്തതായിട്ട് ഉണ്ടാകുന്നൊരു മാറ്റമാണ് വിശപ്പ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു നേരം നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ തീരണ്ട, അതിനു മുമ്പ് തന്നെ വീണ്ടും വിശക്കുന്നത് പോലെ വയറെരിയുന്നത് പോലുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാകാം. നമ്മൾ ഇത്രത്തോളം ഭക്ഷണം കഴിക്കുമെന്ന് നമുക്ക് വരെ ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കട്ടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആക്ച്വലി നമുക്ക് ഉണ്ടാകുന്ന ഒരു വിശപ്പല്ല, നമ്മുടെ വയറെരിയുന്നത് വിശപ്പ് കൊണ്ടല്ല സംഭവിക്കുന്നത്, നേരെ മറിച്ച് ഗ്യാസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. പോസിറ്റീവ് ആകുന്ന സമയം മുതൽ നമ്മുടെ ദഹന പ്രക്രിയ ഭയങ്കര സ്ലോ ആയിട്ടേ പോവുള്ളൂ. അതിനിടയിൽ കൂടി നമ്മൾ 3 നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചോറെടുത്ത് കഴിക്കുന്നുണ്ട്, വയറ് നിറച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെ അത് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും നമുക്ക് വയറിലും നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ഗ്യാസ് കെട്ടിക്കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ വരുന്നതിനനുസരിച്ചിട്ട് വയറ് നന്നായിട്ട് എരിയുന്നത് പോലെ നമുക്ക് തോന്നാം. അത് തോന്നലുണ്ടാകുന്ന സമയത്ത് നമ്മൾ പിന്നെയും ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഗ്യാസ് ട്രബിൾ കൂടാനായിട്ട്, വോമിറ്റിംഗ്, ടയർഡ്നെസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് നല്ല കൂടുതലാണ് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ തന്നെ ഏതൊരു സ്ത്രീയും കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഡയറ്റ് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുത്ത് കഴിക്കാതെ കുറച്ച് ക്വാണ്ടിറ്റി ഭക്ഷണം എടുത്തിട്ട് കൂടുതൽ നേരം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് രാവിലെ നമ്മൾ 3 അപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ 1.5 അപ്പം ഒരു 8 മണിക്കും 1.5 അപ്പം 10 മണിക്ക് അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം നമുക്ക് ബോഡിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയും ഗ്യാസ് ട്രബിൾ, വോമിറ്റിംഗ് ടെൻഡൻസി, അതേപോലെ നെഞ്ചരിച്ചിൽ പോലുള്ള കണ്ടീഷൻസ് ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ടും നമുക്ക് സാധിക്കും കേട്ടോ. അടുത്തൊരു ലക്ഷണമായിട്ട് നമുക്ക് വരുന്ന ഒന്നാണ് തേഴ്സ്റ്റി, അതായത് അമിതമായിട്ടുള്ള ദാഹം നമുക്ക് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ധാരാളമായിട്ട് വാട്ടർ റിക്വയർമെന്റ് നമുക്ക് ബോഡിയിൽ അത്യാവശ്യമാണ്. നമ്മുടെ ബോഡി നന്നായി ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുന്നതിനും ബ്രസ്റ്റ് മിൽക്കിന്റെ പ്രൊഡക്ഷനും അതുപോലെ കുഞ്ഞിനെ നന്നായിട്ട് നറിഷ് ചെയ്യുന്നതിനും അഡിക്വേറ്റ് ആയിട്ടുള്ള ലെവലിലെ വാട്ടർ റിക്വയർമെന്റ് ഉണ്ടാണ്. കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പലർക്കും നെഞ്ചും അതുപോലെ നമുക്ക് നെഞ്ചുണങ്ങാന്നൊക്കെ പറയും, നമ്മൾ പഴമക്കാരൊക്കെ പറയും, അതുപോലെ നാവ് നന്നായിട്ട് വറ്റി വരണ്ട് പോകുന്നത് പോലെയൊക്കെ തോന്നും. ധാരാളം വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവണം. ഇനി ആ ഒരു ടെൻഡൻസി നമുക്ക് ഇല്ലെങ്കിൽ കൂടി തന്നെയും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം മുതൽക്ക് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു 2 to 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും എടുത്ത് കുടിക്കാനായിട്ട് നോക്കുക. അത് മെഷർമെന്റിന്റെ നമുക്ക് അത്യാവശ്യം 1 ലിറ്ററിന്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിറച്ചു വെച്ചിട്ട് സൂര്യാസ്തമനത്തിന് മുൻപ് നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മുഴുവനായിട്ട് കുടിച്ച് തീർത്തിട്ടില്ല എങ്കിൽ ഇതുപോലെ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാകുന്ന സമയത്തും ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ ഒരുപാട് വാട്ടർ റിക്വയർമെന്റ് ബോഡിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകുന്നതിനുള്ള ചാൻസസ് നല്ല കൂടുതലാണ്. അതുപോലെ നന്നായിട്ട് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണമെങ്കിലും കുഞ്ഞിലോട്ട് ന്യൂട്രീഷൻ എത്തണമെങ്കിലും ധാരാളം വെള്ളം നമ്മൾ കുടിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ 4 ഫീലിംഗ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ഉണ്ടാവുന്നത്. നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് ഈ ഒരു ഫീലിംഗ്സിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ. അതായത് മുഴുവിപ്പിക്കാൻ നമുക്ക് പറ്റാത്ത പോലെ തോന്നുക, അല്ലെങ്കിൽ മുഴുവിപ്പിക്കാത്ത രീതിക്ക് ഈ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് പലർക്കും കണ്ടുവരുന്നൊരു മാറ്റമാണ് കേട്ടോ. ഇനി ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മളിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും ചിലപ്പോൾ പ്രൊജസ്ട്രോണിന്റെ ടാബ്ലറ്റ് നേരത്തെ എടുക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാതിരിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ് മിസ്സാക്കുന്നുണ്ടോയെന്ന് മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഇപ്പോൾ മിസ്സാകുന്നില്ലെങ്കിൽ കൂടി തന്നെ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മാസങ്ങളെ അപേക്ഷിച്ച് പോകുന്ന രക്തത്തിന്റെ അളവ് വളരെയധികം കുറവാണ്, അല്ലെങ്കിൽ പോലുള്ള വേദനയോ മറ്റുള്ള ഡിസ്കംഫോർട്ടോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരുപാട് സ്ത്രീകൾക്ക് ത്രെട്ടേണ്ട മിസ്കാരേജ് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാവുകയും ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.